ഹലോ, അസ്സലാമു അലൈക്കും. മാങ്ങ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു പൊളി ഐറ്റമാണ്. അപ്പം എനിക്ക് ഈ ഐറ്റം ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഇതിന് വേണ്ടത് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം ഇപ്പാണെങ്കിൽ മാങ്ങൻ്റെ സീസണാണല്ലോ, ചക്ക മാങ്ങ അതിൻ്റെയൊക്കെ സീസണാണല്ലോ ഇപ്പോൾ. ഒരുവിധ ആൾക്കാരെ വീട്ടിലൊക്കെ മാങ്ങ ഉണ്ടാവും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, മാങ്ങ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് മാങ്ങനോട്. എനിക്ക് അങ്ങനൊന്നും അറിയില്ല. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞത് എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. അപ്പം ഇതിന് വേണ്ടത് പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. പുളിയുള്ള മാങ്ങ എടുക്കുക. എന്നിട്ട് ഞാൻ 7 മാങ്ങയാണ് എടുത്തത്. അതിൻ്റെ മുകൾ ഭാഗം ചെത്തിക്കൊടുത്ത്, പിന്നെ അതിൻ്റെ 4 സൈഡും ഞാനത് കീറിക്കൊടുത്ത് ഒരു കുക്കറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ വെള്ളം, 2 ശർക്കരയാണ്, ഉപ്പ്, കുരുമുളക് പൊടി ഒക്കെ എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് 4 വിസിൽ അടുപ്പിച്ച് കൊടുത്ത്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മൂടി തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഉണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട് ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ വീണ്ടും കുറുക്കിയെടുത്താൽ മതിയെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ വീണ്ടും ഒരാണി ശർക്കര ഇട്ട് ഞാനത് വെള്ളമൊക്കെ നല്ലോണം കുറുക്കിയെടുത്ത്. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങ. ഇതൊരു പഴയകാല റെസിപ്പിയാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ തേൻ നെല്ലിക്കൻ്റെ ഒക്കെ ഒരു ഇതുപോലെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവും പുളിയും മധുരമൊക്കെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.